പ്രിയപ്പെട്ടവരെ, നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പം ഗവൺമെൻറ് ആശുപത്രികളിൽ ഡോക്ടർമാരെ ആക്രമിക്കുന്ന ഒരു പ്രവണത നിത്യസംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. പുൽപ്പള്ളി ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ജിതിൻ രാജിനെ ഈ അടുത്ത ദിവസം രണ്ട് അക്രമികൾ ക്രൂരമായിട്ട് മർദ്ദിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ സംഭവം നടക്കുന്ന സമയത്ത് ഞങ്ങൾ പുൽപ്പള്ളി ആശുപത്രിയിൽ മരുന്നിന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഞങ്ങൾക്ക് മരുന്നിനൊക്കെ ഡോക്ടർ എഴുതി തന്ന് 2-3 ടെസ്റ്റുകൾക്ക് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അടുത്ത ആഴ്ച ചെയ്താൽ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മരുന്ന് എഴുതി തന്ന മരുന്ന് മേടിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ക്യൂവിൽ നിൽക്കുന്ന സമയത്താണ് ഡോക്ടർക്ക് മർദ്ദനമേൽക്കുന്നത്. ആശുപത്രിയുടെ പുറത്ത് മുറ്റത്തായിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഡോക്ടറുടെയും മറ്റൊരാളുടെയും ശബ്ദം ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഡോക്ടർമാർ സാധാരണയായിട്ട് അവിടെ ഡിസ്റ്റർബ് ഉണ്ടാക്കരുത്, വാഹനങ്ങൾ ഉച്ചത്തിൽ ഹോൺ അടിക്കരുത്, അങ്ങനെയുള്ള നിർദ്ദേശങ്ങളൊക്കെ സാധാരണ ആശുപത്രികളിലൊക്കെ ഡോക്ടർമാർ ചെയ്യാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും സംഭവമായിരിക്കും എന്നാണ് വിചാരിച്ചത്. എന്നാൽ ഞാൻ നിന്നതിൻ്റെ ഇടത് സൈഡിലുള്ള ക്യൂവിൽ നിന്നയാൾ പറഞ്ഞു, ഡോക്ടറെ ആരോ ഉപദ്രവിക്കുന്നുണ്ട്, എന്തോ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് ഓടിച്ചെന്ന് ഞങ്ങൾ നോക്കുമ്പം അവിടെ ഒരു ജീപ്പ് നിർത്തിയിട്ടുണ്ട്. ജീപ്പിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ഇടതുഭാഗത്ത് ഡോക്ടറുടെ കഴുത്തിന് ഷർട്ടിൻ്റെ കോളറിന് കുത്തിപ്പിടിച്ചിട്ട് ജീപ്പിനകത്തേക്ക് വലിച്ചു പിടിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഡോക്ടറുടെ 2 കൈകളും ജീപ്പിനകത്തേക്കാണ്. ഡോക്ടറുടെ മുഖത്ത് ജീപ്പിൻ്റെ ഇടത് സൈഡിലിരിക്കുന്ന ആൾ പഞ്ച് ചെയ്യുന്നുണ്ട്. അതുപോലെ നെഞ്ചിന് പഞ്ച് ചെയ്യുന്നുണ്ട്, ചവിട്ടുന്നുണ്ട്. അപ്പം ഈ ഡോക്ടറെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെയുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രായമുള്ള അമ്മമാരൊക്കെയാണുള്ളത്. അപ്പോൾ പെണ്ണുങ്ങളൊക്കെ കരയുന്നുണ്ട്. അങ്ങനെ ഒരു അന്തരീക്ഷമാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് ഓടി ചെന്നിട്ട് ഈ അമ്മമാരെ മാറ്റിയിട്ട് വേഗം തന്നെ അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഈ അമ്മമാരെ നമ്മൾ അവിടെ മരുന്ന് മേടിക്കാൻ വന്നിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം അവരെയൊക്കെ സുരക്ഷിതമായിട്ട് മാറ്റി നിർത്തിയിട്ട് വേണം ഈ ഡോക്ടറെ രക്ഷപ്പെടുത്താനായിട്ട്. അപ്പം അങ്ങനെയുള്ള ഒരു പ്രത്യേക സിറ്റുവേഷനാണ്. അപ്പോൾ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് പെട്ടെന്ന് തന്നെ ഈ നോക്കുമ്പോൾ ഉള്ളിൽ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ആൾ ഡോക്ടറുടെ 2 കൈകളും പിണച്ചിട്ട് അങ്ങനെ വലിച്ചു പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് പെട്ടെന്ന് തന്നെ ഈ ഡോക്ടറുടെ വയറിന് ചവിട്ടുന്നുണ്ട്, നെഞ്ചിന് കുത്തുന്നുണ്ട്, അതുപോലെ തന്നെ മുഖത്ത് ഇരിക്കുന്നുണ്ട്. കരാട്ടക്കാർ ചെയ്യുന്ന പോലെ മുഷ്ടി ചുറ്റി പിടിച്ചിട്ടാണ് മുഖത്തിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർക്ക് ശ്വാസം കിട്ടുന്നില്ല, കഴുത്തിലിങ്ങനെ പിടിച്ചേക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും മറ്റേ ആളുടെ കൈ ഞാൻ വിടിയിപ്പിച്ചു. ആൾക്കാരെല്ലാം കൂടിയിട്ട് ഒച്ചപ്പാടുണ്ടാക്കുന്നുണ്ട്, ഡോക്ടറെ വിടാൻ പറയുന്നുണ്ട്, കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. അപ്പം കൈ വിട്ടതോടുകൂടിയിട്ട് ഡോക്ടർ കുതിർച്ച് മാറി, ഡോക്ടർ ഫ്രീ ആയി. അപ്പം അവർ പെട്ടെന്ന് തന്നെ ഡോക്ടർ ഒരു മൊബൈൽ പോക്കറ്റിൽ നിന്ന് എടുത്ത് വീഡിയോ പിടിക്കാൻ നോക്കുന്നു. അപ്പോൾ അവർ മൊബൈൽ തട്ടിക്കളയുന്നു. പിന്നീട് അവർ പെട്ടെന്ന് തന്നെ പോകാനുള്ള ആൾക്കാർ കൂടിയപ്പം പെട്ടെന്ന് തന്നെ അവർ മുങ്ങിക്കളഞ്ഞു. അവർ നമുക്കൊക്കെ ഒരു വീഡിയോ പിടിക്കാനായിട്ട് ഉള്ളിൽ തോന്നിയെങ്കിലും ഡോക്ടറുടെ സുരക്ഷിതത്വം നമ്മൾ കരുതണം. കാരണം അവർ വീണ്ടും ഇറങ്ങി വന്നിട്ട് വീണ്ടും ആക്രമണം നടത്തുകയാണെങ്കിൽ നമുക്കത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ വണ്ടി പുറകോട്ട് എടുത്തിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഡോക്ടറെ തട്ടിയിടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഡോക്ടറെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ കൂട്ടിക്കൊണ്ട് ആശുപത്രിക്കകത്തേക്ക് മാറി. അപ്പോൾ ഡോക്ടറോട് എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചപ്പോൾ മറ്റേ ഡോക്ടർ ഡോക്ടർ ഇത് അറിഞ്ഞിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ പുറത്ത് നടക്കുന്ന സംഭവങ്ങൾ ആശുപത്രിക്ക് അകത്തുള്ള ആൾക്കാർ കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ല, കൂടുതൽ ആൾക്കാർ അറിഞ്ഞിട്ടില്ല സംഭവം. അപ്പോൾ ആ ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഇതുപോലെ വയറിന് ചവിട്ട് കിട്ടിയിട്ടുണ്ട്, പെട്ടെന്ന് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അവർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറഞ്ഞു. അതുപോലെ തന്നെ ചികിത്സകൾ കൊടുക്കാനുള്ള ഇത് നോക്കി. അപ്പം ഞാൻ ഡോക്ടറോട് ഇതിനിടയിലാണ് എനിക്ക് ചോദിച്ചത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛനെ വിളിച്ചു. അപ്പോൾ അതുകൊണ്ട് കയ്യിലൊക്കെ മാന്തിയിട്ട് ചോര തുറത്ത് കിടപ്പുണ്ട്. 2 കൈയിലും പുറം കയ്യിൽ കൈപ്പത്തിയുടെ പുറത്ത് ഭാഗത്ത് ചോര ഇങ്ങനെ മാന്തി തിണർത്ത് കിടപ്പുണ്ട്. അങ്ങനെ ഉള്ള ഒരു അന്തരീക്ഷത്തിലാണ്. അപ്പോൾ ഡോക്ടർ മറ്റു കാര്യങ്ങൾ നോക്കുന്നുണ്ട്, മറ്റേ ഡോക്ടർ വന്ന് നോക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ മരുന്ന് മേടിക്കാനായിട്ട് അങ്ങോട്ട് പോയി മരുന്ന് വാങ്ങി. അതിനുശേഷം തിരിച്ചു വന്നപ്പം ഈ ഡോക്ടർ ഒരു റിസൾട്ടുമായിട്ട് ഒരാൾ ഡോക്ടറുടെ അടുത്ത് വന്നിട്ടുണ്ട്. ആ റിസൾട്ട് കാണിച്ചു. അപ്പം ഈ ഡോക്ടർമാർക്കുള്ളൊരു പ്രത്യേക ഗുണമെന്ന് പറഞ്ഞാൽ അവർക്ക് ആത്മസംയമനം പാലിക്കാനായിട്ടുള്ളൊരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ നമ്മളൊക്കെ ആണെങ്കിൽ ആ സന്ദർഭത്തിൽ ചവിട്ടുപിടിയും തൊഴിയൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ശരിയായ പരിസരബോധം പോലും ഉണ്ടാവില്ല.
പക്ഷേ ഡോക്ടർ കൃത്യമായ സംയമനം ഉള്ളൊരു മനുഷ്യനാണ് അദ്ദേഹം. ഈ റിസൾട്ടൊക്കെ നോക്കിയിട്ട് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കും, മരുന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അസ്വസ്ഥനാണെങ്കിലും ഇതെല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട്. പിന്നീട് പോലീസുകാർ വന്നു. പിന്നീട് ഞങ്ങൾ മരുന്ന് മേടിച്ച് പോരുകയുണ്ടായി. അപ്പോൾ അത് മുൻപുള്ള സംഭവങ്ങളൊക്കെ പിന്നീട് പിറ്റേ ദിവസത്തെ വാർത്തയിലാണ് ഞാൻ അറിയുന്നത്. എന്തായാലും ഇത് വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ വൈദ്യന്മാരെയും ഡോക്ടർമാരെയൊക്കെ നമ്മൾ കാണുന്നത് ദൈവങ്ങളെ പോലെയാണ്. കാരണം ജീവൻ ഒരു പ്രത്യേക അവസ്ഥയിൽ ഉള്ളൊരു സാഹചര്യത്തിൽ ജീവൻ തിരിച്ചു പിടിച്ചു തരുന്ന ആൾക്കാരാണ് ഡോക്ടർമാർ. അവരെ ദൈവത്തെ പോലെയാണ് ആൾക്കാർ കാണുന്നത്. ഇനിയിപ്പോൾ ദൈവത്തെ പോലെ കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും അവരെ മനുഷ്യരായിട്ടെങ്കിലും കാണണ്ടേ. നമുക്ക് പഴയ വിൽപ്പള്ളിക്കാർക്ക് കുരുമുളക് ഉണ്ടായിരുന്നു. ഇപ്പം കുരുമുളക് ഇല്ലെങ്കിലും സ്വന്തമായിട്ട് ജീപ്പുണ്ട്, കാറുകളുണ്ട്. അവരുടെ ഭാര്യമാർ വിദേശത്താണ്, പണമുണ്ട്. അപ്പോൾ എന്തും ചെയ്യാം. പെട്ടെന്ന് ഡോക്ടർമാരെ ആക്രമിച്ചാലും പെട്ടെന്ന് തന്നെ സംസ്ഥാനത്തേക്ക് കടന്നു പോകാം. ഇങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ ഉള്ള ആ പഴയ ഗുണ്ടായുസത്തിൻ്റെ ഒരു ഭാഗമായിട്ട് ഇതിനെ കാണാൻ പറ്റുള്ളൂ. സാധാരണക്കാരായിട്ടുള്ള സജ്ജനങ്ങൾ, ഇവിടുത്തെ ഉള്ള രാഷ്ട്രീയക്കാരാണെങ്കിലും പൊതുപ്രവർത്തകരാണെങ്കിലും ഇതുപോലത്തെ ഡോക്ടർമാരുടെ, നേഴ്സുമാരുടെയും സ്റ്റാഫുകളുടെയൊക്കെ അവരുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നടപടികൾ നമ്മുടെയൊക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അവർക്ക് വേണ്ടുന്ന സപ്പോർട്ടും കരുതലും നമ്മൾ നൽകണം. അതുപോലെ തന്നെ പുൽപ്പള്ളി ഗവൺമെൻറ് ആശുപത്രിയിൽ ഇൻ്റലിജൻസ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റീനെ നിയമിക്കാനുള്ള ഒരു നടപടിയെങ്കിലും കുറഞ്ഞത് ഉണ്ടാവണം. പോലീസിൻ്റെ സാന്നിധ്യമാണ് ഉണ്ടാകേണ്ടത്, എങ്കിലും ഒരു സെക്യൂരിറ്റി എങ്കിലും അവിടെ ഉണ്ടാവണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും വളരെ ഖേദകരമായിട്ടുള്ളൊരു സംഭവമായിപ്പോയി എന്ന് മാത്രം പറയുന്നു.